ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കസാക്കിസ്ഥാനിലാണ്. ഞാൻ ഇതിൻ്റെ ബുഹാറ ടു താഷ്കൻഡ് വരുന്ന വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഞാൻ. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് കസാക്കിസ്ഥാനാണ്. ഇന്ന് എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ നമുക്കത് കാണാം. ഞാൻ വന്നത് 2 വേ വഴിയാണ്. അവരൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പം ഞാൻ ഒന്ന് ഇൻട്രോ എടുത്തിട്ട് നമുക്ക് ബാക്കി അവരെ പരിചയപ്പെടാം. അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. എൻ്റെ ഔട്ട്ഫിറ്റ് നമുക്ക് ഫുള്ളായി കാണിച്ചു തരാണ്. ഇവിടെ സ്നോ ഒക്കെ വീണിട്ടുണ്ട്. കാണിച്ചു തരാം. ബാക്കിൽ കണ്ടില്ലേ സ്നോ. നല്ല അടിപൊളിയാണ് ക്ലൈമറ്റ്. ഓവർ തണുപ്പില്ല. സ്നോ വീണത് കൊണ്ട് തന്നെ കണ്ടില്ലേ, സ്നോ ഓൾറെഡി വീണ സ്നോ ആണ്. സ്നോഫോൾ ഇല്ല. ഇന്നിപ്പോൾ ക്ലൈമറ്റ് എത്ര ഡിഗ്രി ആണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഇവിടെ കുട്ടികളുടെ ഒരു കുട്ടി വർക്ക്. എന്തായാലും എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പാണ്. ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്. പക്ഷെ നമ്മൾ കുറെ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് പോവണം എന്നൊക്കെ. പക്ഷെ ഇപ്പം ഫൈനലി ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. എന്താ ഇങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പടച്ചോൻ ഇവിടെ എത്തിച്ച്. പടച്ചോനും പിന്നെ എൻ്റെ വാപ്പ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫാമിലി സമ്മതിക്കാത്തൊരു ഫാമിലിയാണ് ഒറ്റയ്ക്ക് പോകാനൊക്കെ. പക്ഷെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. 2 വേ വഴിയാണ് വന്നത്. അവരൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പോകുന്നത് അൽമാട്ടി സിറ്റിയും അർബാദ് സ്ട്രീറ്റും ആണെന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളും കൂടെ നമ്മൾ പോകുന്നുണ്ട്. ചർച്ച്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കെല്ലാം കാണാം. ഞാൻ എല്ലാം വീഡിയോ ഇതിൽ അപ്ലോഡ് ആക്കുന്നതാണ്. ഞാൻ ബുഹാറ ടു താഷ്കൻഡ് വരുന്ന ആ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് കാണാത്തവർ അത് പോയി കാണാം. പിന്നെ ഇനി ഓരോ പാട്ടായിട്ട് ഇന്ന് നാളെ അങ്ങനെ ഓരോ പാട്ടായിട്ട് ഞാൻ ഇടുന്നതാണ് വ്ളോഗൊക്കെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് കാണാം ഗൈസ്. ഞാൻ എന്തായാലും നല്ല എക്സൈറ്റ്മെന്റിലാണ് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. നല്ലോണം എക്സൈറ്റ്മെന്റ് ആണ്. സ്നോ കാണാനുള്ളത്. ഞാൻ ഷിംബുലാക്ക് നമ്മൾ നാളെ പോകുന്നുണ്ട്. ന്യൂ ഇയറിന് എന്നാണ് പോകുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് അൽമാട്ടി സിറ്റിയും അർബാദ് സ്ട്രീറ്റ്, പിന്നെ ഒരു ചർച്ച്, പിന്നെ ഒരു പാർക്ക് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോകുന്നത്. എല്ലാം അടിപൊളിയായിരിക്കും. ഇവിടെയൊക്കെ സ്നോ ഉണ്ട് ഗൈസ്. സ്നോ എടുക്കാം. സ്നോ സ്നോ ഗൈസ്, അടിപൊളി. അത്ര തണുപ്പില്ല ഗൈസ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. തണുപ്പ് കൂടുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ തണുപ്പ് അത്ര ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇന്ന് സ്നോഫാൾ ഇല്ല. അതൊരു വിഷമമുണ്ട്. നമുക്ക് നോക്കാം. ഷിംബുലാക്കിന്റെ അവിടെയൊക്കെ നമ്മൾ തണുപ്പുണ്ടാവും. നമ്മൾ ആഗ്രഹം ദുആയും കൂടി ചെയ്യാം. ബാക്കിയൊക്കെ പഠിച്ചോ നമ്മൾ അവിടേക്ക് എത്തിക്കും. അതെങ്ങനെയായാലും എത്തിക്കും. കാരണം എൻ്റെ ലൈഫേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യുന്നു അത് എത്തും. സത്യസന്ധമായി ചെയ്താലേ എല്ലാം വിജയത്തിലേക്ക് എത്തുള്ളൂ. ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഒരു ഹോട്ടലിൽ. ദൗറൂം എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡ് ടേസ്റ്റ് കാണാം ഗൈസ്. നമ്മളിവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഈ ചേച്ചിൻ്റെ പേരാണ് ലക്ഷ്മി. ഒരു ചർച്ചിലേക്കാണ് പോകുന്നത് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. ഇതാണ് നമ്മുടെ സ്നേഹ. ഹായ് ഗൈസ്. ഹലോ ഗൈസ്. നമ്മളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ഇതിൽ ആഡ് ചെയ്യാം.
ഹായ്, അപ്പോൾ ഇത് വേൾഡിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള വുഡൻ ചർച്ചാണ്. ഫസ്റ്റ് വൺ വരുന്നത് റഷ്യയിൽ മോസ്കോയിലാണ്. ഈ ഒരു കംപ്ലീറ്റ് പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് വുഡ് വെച്ചിട്ട്, അത് ഒരു ആണി പോലും ഉപയോഗിക്കാതെയാണ് ഈ കംപ്ലീറ്റ് പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെയുള്ളത്. നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി കാണാം. പിന്നെ എല്ലാവരും പറയും ഇത് ആണി വെച്ചിട്ട് ഉണ്ടാക്കി, ഒരിക്കലും വുഡ് ആണി ഇല്ലാണ്ട് ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റില്ല പറയും. പക്ഷെ ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വുഡ് വെച്ചിട്ടാണ്. അത് 100% ഷുവർ ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വിശേഷം കാണാം. കാണാൻ പോകുന്നത് കുതിരയ്ക്കും കഴുതയ്ക്കും ഉണ്ടായ കോവർകൾ തന്നെയാണ്. ഇയാളല്ലാട്ടോ, ഇയാളെ ഉദ്ദേശിച്ചേ. അതന്നെ, അതാണ് കോവർകഴുത. ഇങ്ങോട്ട് നോക്ക്.